أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. സൂറത്തുൽ അലഖിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ അവസാനമായി പറഞ്ഞ നിയമം എന്താണെന്ന് നോക്കാം. അവസാനമായി ഓതിയ ആയത്ത് ഏതാണ്? നാസിയത്തിൻ കാദിബത്തിൻ, അല്ലേ? നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിഅ ആയത്തല്ലേ ഓതിയത്. എന്ത് നിയമം അവസാനം നമ്മൾ പറഞ്ഞത്? താ രണ്ട് രൂപത്തിലുണ്ട്, അതല്ലേ പറഞ്ഞത് നമ്മൾ? താ ഒന്ന് ബാത്താ, ഒന്ന് ഹാത്താ. ഒന്ന് ബാത്താ, ഒന്ന് ഹാത്താ. ഹാത്താൻ്റെ മുകളിൽ വഖഫ് ചെയ്യുമ്പോൾ നിർത്തുന്ന സമയത്ത് ഹ ആയിട്ടാണ് നിർത്തുന്നത്. ഏതുപോലെ? നാസിയ. വേറൊരു ഉദാഹരണം പറയും. ഓ, ശബ്ദത്തിൽ പറയും. കാദിബ. വേറൊന്ന് ഷാറായിട്ട് പറയും. ഖാത്തിഅ. ബാത്താവുമല്ല നിർത്തിയത്? അല്ല, ഹ ആയിട്ടാണ് നിർത്തിയത്. ഹാത്തായിലാണ് നമ്മൾ നിർത്തിയത്. ഇനി ബാക്കിയുള്ള ഒന്നും കൂടി നമുക്കൊന്ന് ഓതി നോക്കാം, ബാക്കിയുള്ള ആയത്തുകൾ. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ناصية كاذبة خاطئة. ناصية كاذبة خاطئة. فليدع ناديه سندع الزبانية. فليدع ناديه سندع الزبانية. كلا لا تطعه واسجد واقترب. كلا لا تطعه واسجد واقترب. കല്ലാ ലാ തുതിഅഹു വസ്ജുദ് വഖ്തരിബ്. അവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. ലാ തുതിഅഹു, ലാ തുതിഅഹു. ആദ്യം താ, തു, പിന്നെ ത്വാ, പിന്നെ ഐന്, അല്ലേ? ഇത് ഉച്ചരിക്കുമ്പോൾ പല ആളുകൾക്കും പ്രയാസമുണ്ടാവാറുണ്ട്. കല്ലാ ലാ തുതിഅഹു, രണ്ടും താ ആയിട്ട് ഉച്ചരിക്കും ചിലപ്പോൾ. തുതിഅഹു, ആദ്യത്തേത് താവും രണ്ടാമത്തേത് ത്വാവുമാണ്. രണ്ടാമത്തെ ത്വാ ഉച്ചരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒന്നാമത്തെ താവും കൂടി എന്താവും? ത്വാ ആയിട്ട് മാറും ചിലപ്പോൾ. തുതിഅഹു, അങ്ങനെ തുതിഅഹു അങ്ങനെ ആവാറുണ്ട്. ഇനി രണ്ടാമത്തത് ഒന്നാമത്തേത് ത്വാ ആയി മാറരുത് എന്നുള്ള നിലക്ക് താ എന്നെ ഉച്ചരിക്കാൻ വേണ്ടി താ ഉച്ചരിക്കാൻ തുടങ്ങുമ്പോൾ രണ്ടാമത്തത് എന്താവും? ചിലപ്പോൾ താ ആയി മാറും. അപ്പോൾ രണ്ടും കൂടെ ചിലപ്പോൾ താ ആയി മാറും, തുതിഅഹു. അല്ലെങ്കിൽ രണ്ടും കൂടെ ത്വാ ആയി മാറും, തുതിഅഹു. അങ്ങനെ ആവാറുണ്ട്. ആദ്യത്തേത് താ, രണ്ടാമത്തേത് ത്വാവുമാണ്. തുതിഅഹു, തുതിഅഹു എന്ന് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ വസ്ജുദ് വഖ്തരിബ്. വസ്ജുദ് എന്ന് പറയുമ്പോഴും കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. വഖ്തരിബ് എന്ന് പറയുമ്പോൾ അവസാനവും കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ ആയത്ത്, ഈ സൂറത്ത് കഴിഞ്ഞാൽ ആ സൂറത്തിൻ്റെ അവസാനം ഒരു അടയാളം ഉണ്ടല്ലോ, അല്ലേ? എന്താ അടയാളം ഉള്ളത്? എന്താ അടയാളം ഉള്ളത്? ആ സൂറത്തിൻ്റെ അവസാനം ഒരു
ഒരു മിഹ്റാബിൻ്റെ നമ്മളെ പള്ളിയിലെ മിഹ്റാബിൻ്റെ മിഹ്റാബിൻ്റെ മുകളിൽ ഒരു അടയാളം ഉണ്ടല്ലോ അല്ലേ? അതെന്തിനാ? അവിടെ സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. ഖുർആനിലെ പല സ്ഥലങ്ങളും അങ്ങനെ സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. ആയത്തുകൾക്കിടയിൽ സുജൂദ് ചെയ്യൽ സുന്നത്തായ കുറേ സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ അലഖിലെ അവസാന ഭാഗം, നമ്മളിപ്പോൾ പാരായണം ചെയ്ത അവസാന ഭാഗം. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ നമ്മൾ ഓതുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കൊക്കെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. സുജൂദ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? എത്ര സുജൂദ് ചെയ്യണം? 2 മതിയോ? എത്ര സുജൂദാ ചെയ്യേണ്ടത് സലാഹുദ്ദീന്? ഒരു സുജൂദാ ചെയ്യേണ്ടത്, 2 വേണ്ട, ഒരു സുജൂദാ ചെയ്യേണ്ടത്. അപ്പോൾ ഓതുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നാൽ, ഇതുപോലത്തെ സ്ഥലങ്ങൾ വന്നാൽ നിയ്യത്ത് ചെയ്ത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നു നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടി ഒരു സുജൂദ് ചെയ്യുക, സലാം വിട്ടുക. ഇനി നമുക്ക് ചിലപ്പോൾ സുജൂദ് ചെയ്യാൻ കഴിയൂല, എല്ലാ സമയത്തും നമുക്ക് സുജൂദ് ചെയ്യാൻ കഴിഞ്ഞോളുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, പഠനത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സദസ്സിലൊന്നും ചിലപ്പോൾ സുജൂദ് ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക, ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ സൂറത്തുൽ അലഖ് പാരായണം ചെയ്യാമല്ലോ അല്ലേ? ഒക്കെ ഹാഫിളീങ്ങളായ ആൾക്കാരാണ്. അപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ പാരായണം ചെയ്തു, ബസ്സിൽ ചിലപ്പോൾ സുജൂദ് ചെയ്താലിപ്പോൾ ആളുകളിൽ നിന്ന് അടി കിട്ടും, ചിലപ്പോൾ ആളുകൾക്ക് ഇടയിലൊക്കെ പോയി സുജൂദ് ചെയ്താൽ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് സുജൂദ് ചെയ്യാതെക്കാന്നുണ്ടെങ്കിൽ അവിടെ സുജൂദ് ചെയ്യാൻ പറ്റാത്ത സമയമാണെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് 4 പ്രാവശ്യം ചെല്ലലാണ്. എന്താ ചെല്ലേണ്ടത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എത്ര പ്രാവശ്യം ചെല്ലേണ്ടത്? 4 പ്രാവശ്യം ചെല്ലണം. അത് ചെല്ലിയാൽ സുജൂദ് ചെയ്ത സ്ഥാനത്താണ്. അപ്പോൾ അങ്ങനെ സുജൂദ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഇത് 4 പ്രാവശ്യം ചെല്ലിയാൽ സുജൂദ് ചെയ്ത സ്ഥാനത്താണ്. ഒന്ന് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? തുത്യാഹു എന്നുള്ള സ്ഥലത്ത് താവും ഒരുമിച്ച് കൂടിയതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. താ ആയിട്ടും ത്വാ ആയിട്ടും തന്നെ വെച്ചു, രണ്ടും താ ആവാൻ പാടില്ല, രണ്ടും ത്വാവും ആകാൻ പാടില്ല. അതുപോലെ വസ്ജുദ് വഖ്തരിബ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ. അതുപോലെ സുജൂദ് ചെയ്യേണ്ട വിഷയം, സുജൂദ് ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, സുജൂദാണ് ചെയ്യേണ്ടത്, അങ്ങനെ സുജൂദ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് എത്ര പ്രാവശ്യം? 4 പ്രാവശ്യമുള്ളൂ. 4 പ്രാവശ്യം ചെല്ലണം. ഇനി അവസാനത്തെ ആയത്തൊന്ന് നമുക്ക് പാരായണം ചെയ്ത് നോക്കാം. كلا لا تطعه واسجد واقترب كلا لا تطعه واسجد واقترب سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. ഇതോടുകൂടെ സൂറത്തുൽ അലഖ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടെ നിർത്തുന്നു. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ ഖുർആനിൻ്റെ പഠനപാതയിലൂടെ സന്തോഷകരമായി സഞ്ചരിക്കുന്ന നമ്മുടെ സമർപ്പണം കുടുംബാംഗങ്ങൾ വലിയൊരു കൂട്ടായ്മയാണിത്. അതും വിശുദ്ധ ഖുർആനിൻ്റെ പാതയിൽ ഈ ഒരു പഠനമാർഗത്തിലാണ് നമ്മളെല്ലാം ഒത്തുചേർന്നിരിക്കുന്നത് എന്ന് തന്നെയാണ്, അതുതന്നെയാണ് നമുക്ക് സന്തോഷമേകുന്ന കാര്യവും. നമ്മുടെ ഉസ്താദ് KC മുഹമ്മദ് ബാക്കവിയോടൊപ്പമുള്ള സംശയ നിവാരണ ക്ലാസ്സിലേക്ക് എത്തുന്നതിന് മുൻപ് ചെറിയൊരു ഇടവേള കാത്തിരിക്കുക.
الرجيم بسم الله الرحمن الرحيم. പ്രേക്ഷകരായ നിങ്ങളുടെ സംശയ നിവാരണത്തിനായി നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദ് KC മുഹമ്മദ് ബാക്കവി അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് കൂടുതൽ വിവരണങ്ങളില്ലാതെ തന്നെ ആമുഖങ്ങളില്ലാതെ ഉസ്താദുമായി സംശയ നിവാരണത്തിലേക്ക് എത്തിച്ചേരാം. ശ്രദ്ധിക്കുക. ഒരുപാട് കത്തുകൾ വീണ്ടും വീണ്ടും ആളുകൾ സംശയം ചോദിക്കുന്നു, സംശയ നിവാരണം നടത്തുന്നു. അൽഹംദുലില്ലാ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം മികച്ചതാണ്, ഒപ്പം തന്നെ ആളുകൾക്ക് ഉപകാരപ്പെടുന്നു എന്നാണ് എല്ലാവരും അറിയിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞാൽ മദ്രസയിൽ നിന്ന് പോകുന്നതിന് ശേഷം പിന്നീട് ഇത്തരം ഒരു അവസരം കിട്ടിയിട്ടില്ല. പലതും പഠിക്കാൻ ആഗ്രഹിക്കുന്നു, മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പല ഉസ്താദുമാരുടെയും പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോയാൽ അന്താരാഷ്ട്ര കാര്യങ്ങളും മറ്റു പല വലിയ വലിയ കാര്യങ്ങൾ പ്രസംഗിച്ച് അതെല്ലാം ഉപകാരമുള്ളതാണ്. പക്ഷേ എന്നാൽ ഇത്തരം ചെറിയ കാര്യങ്ങൾ, എന്നാൽ ഇബാദത്തിനെ വളരെയേറെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞ് ലഭിക്കുന്നില്ല എന്നുള്ള കത്തുകളൊക്കെ ചിലരൊക്കെ അയക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ സംരംഭം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണം. അള്ളാഹു ഉസ്താദിൻ്റെ ദുആയിലെല്ലാം ഇവരെല്ലാം ഉൾപ്പെടുത്തണമെന്നെല്ലാം പലരും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇത് A ബഷീർ, തൃശ്ശൂർ ജില്ലയിലെ തിർത്തല്ലൂർ എന്ന സ്ഥലത്തു നിന്നാണ്. സുന്നത്ത് നോമ്പ് ഉള്ള ദിവസം തന്നെ എടുക്കാൻ പറ്റാതെ വന്നാൽ അടുത്ത ദിവസം എടുത്താൽ മതിയാകുമോ? ഖളാ വീട്ടൽ സുന്നത്താണ് എന്ന ഉദാഹരണം പറഞ്ഞാൽ അറഫ നോമ്പിൻ്റെ പ്രാധാന്യം നാം പറഞ്ഞല്ലോ. അന്ന് ആ നോമ്പനുഷ്ഠിക്കാൻ കഴിയാതെ പോയി എങ്കിൽ പെരുന്നാളിൻ്റെ ശേഷം ഏതെങ്കിലും ഒരു ദിവസത്തിൽ ആ നോമ്പ് ഖളാ വീട്ടലും സുന്നത്താണ്. നമ്മൾ നേരത്തെ അറഫ നോമ്പൊക്കെ പറഞ്ഞതുപോലെ എങ്ങാനും പറ്റിയില്ലെങ്കിൽ പിന്നീട് സുന്നത്ത് നോമ്പ് ഖളാ വീട്ടാൻ കഴിയും. അപ്പോൾ നമ്മൾ അതിനെ നിയ്യത്ത് വയ്ക്കേണ്ടത് അറഫ നോമ്പ് നാളെ ഞാൻ ഖളാ വീട്ടാൻ കരുതി എന്ന് നിയ്യത്ത് വെച്ച് അവർക്ക് നോമ്പിൽ പ്രവേശിക്കാം. അതോടൊപ്പം തന്നെ ഖളായി പോയ ഫർള് നോമ്പിനെയും കരുതാം. കാരണം സുന്നത്ത് നോമ്പിൻ്റെ കൂടെ ഫർളും കരുതാമെന്ന രണ്ട് ഫർള് നോമ്പുകൾ കൂടെ കരുതാൻ പാടില്ല. ഇദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ചോദ്യം, മഅ്മൂം ഫാത്തിഹ ഓതി കഴിയുന്നതിന് മുൻപ് ഇമാമ് റുക്കൂഇൽ പോയാൽ വിധി എന്താണ് എന്ന്. മൗമൂമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മസ്ബൂക്ക് ആണ് എങ്കിൽ, അഥവാ പിന്തി തുടർന്നവനാ, അവൻ ഇമാമിൻ്റെ നൃത്തത്തിൽ ഫാത്തിഹ ഓതി തീർക്കാൻ സമയം ലഭിക്കാത്തവനാ എങ്കിൽ ഇവൻ ഫാത്തിഹ തുടങ്ങിയിട്ടേ ഉള്ളൂ, 2 or 3 ആയത്തെത്തി, അർ-റഹ്മാനിർ റഹീം അല്ലെങ്കിൽ മാലിക് യൗമിദ്ദീൻ എത്തി, അപ്പോഴേക്കും ഇമാമ് റുക്കൂയിലേക്ക് പോയാൽ ഈ ഫാത്തിഹ പൂർത്തീകരിക്കാതെ നേരെ ഇമാമിനോടൊപ്പം റുക്കൂയിൽ ചേരണമെന്ന. ഫാത്തിഹ പൂർത്തീകരിക്കും വരെ ഇവൻ കാത്തിരുന്നു, അപ്പോഴേക്ക് ഇമാമ് റുക്കൂയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയാൽ ഈ മൗമൂമിന് ആ റക്അത്ത് ലഭിക്കുകയില്ല. ഇമാമിനോടൊപ്പം ഇഅ്തിദാലിലൂടെ സുജൂദിലൂടെ തുടർന്ന് വരികയും ഇമാം സലാം വീട്ടിയതിൻ്റെ ശേഷം മറ്റൊരു റക്അത്ത് ഇവൻ നിസ്കരിച്ച് പൂർത്തീകരിക്കുകയും വേണം. മറിച്ച് മസ്ബൂക്കല്ല, ആദ്യമേ തുടർന്നവനാണ്. പക്ഷേ ഇമാമിനെ പോലെ സ്പീഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവൻ വളരെ സമാധാനത്തിൽ ഓതുന്നവനാണ് എങ്കിൽ അവിടെ ഫാത്തിഹ ഓതി തീർന്നതിൻ്റെ ശേഷം ഇമാമിനോടൊപ്പം പോയാൽ മതി. അങ്ങനെ പോകാനേ പറ്റൂ, അങ്ങനെയാണോ? അതെ, കാരണം ഇവൻ ഫാത്തിഹ ഓതാൻ സമയം ലഭിച്ചവനാണല്ലോ. ഫാത്തിഹ ഓതാൻ സമയം ലഭിച്ചവനെ സംബന്ധിച്ചിടത്തോളം മസ്ബൂക്കിൻ്റെ നിയമമല്ല, മസ്ബൂക്കിൻ്റെ ഫാത്തിഹ ഇമാമ് ചുമക്കുമെന്ന, അഥവാ ഇവന് സമയം ലഭിക്കാത്തതിൻ്റെ പേരിൽ അത് ഇമാം വഹിക്കുമെന്നാണ് ഷറഇൻ്റെ നിയമം. ഇവനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ ഓതൽ നിർബന്ധ. ഇവൻ ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഇമാമിനോടൊപ്പം ചേരണം. 3 ഫർള് വിട്ടുകിടക്കുന്നതിന് മുമ്പായി ഇമാമിനോടൊപ്പം ചേർന്നാൽ ഇവൻ ആ റക്അത്ത് കിട്ടും, യാതൊരു കുഴപ്പവും നിസ്കാരത്തിനില്ല. അതല്ലാതെ ഇമാമിനോടൊപ്പം ആദ്യം മുതൽ കൂടെയുള്ള ഈ ഇമാമ് പോയി എന്നതിൻ്റെ പേരിൽ ഫാത്തിഹ എടുക്ക് വെച്ച് അവസാനിപ്പിച്ച് പോകാൻ പാടില്ല. ആ ഫാത്തിഹ പൂർണ്ണമായി ഓതി തീർത്തിട്ടേ പോകാവൂ. ഈ 3 ഫർള് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? അതെ, ഫാത്തിഹയ്ക്ക് ശേഷം ഇമാമ് റുക്കൂ, ഇഅ്തിദാൽ, സുജൂദ്, ആ 1ാം സുജൂദിലേക്ക് ഇമാം എത്തുന്ന അവസരത്തിൽ ഈ മൗമൂമ് റുക്കൂയിലേക്ക് എത്തിച്ചേരണം. അതും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇവൻ ഇമാമിനോടൊപ്പം റുക്കൂയിലേക്ക് ചേരുന്നത് എങ്കിൽ, ഇവൻ ഖിയാമിൽ നിന്ന് റുക്കൂയിലേക്ക് പോകുന്നത് എങ്കിൽ അവിടെ ആ റക്അത്ത് ലഭിക്കാതെ വരും. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് ചോദ്യം മഅ്മൂം ഫാത്തിഹ ഓതി കഴിയുന്നതിന് മുൻപ് ഇമാം റുക്കൂയിൽ പോയാലെന്നാണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞതുപോലെ അത് മൗമൂമ് ആദ്യമേ തുടർന്നവനോ അല്ല പിന്തി തുടർന്ന മസ്ബൂക്കോ അതിനനുസരിച്ച് മസ്അലയിൽ വ്യത്യാസമുണ്ട്. ഇമാമിനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണെങ്കിൽ മഅ്മൂമും ഇമാമ് ഓതി റുക്കൂയിലേക്ക് പോകുന്നതിന് ഇടയ്ക്ക് വന്ന് ചേരുന്ന ആളെയാണ് ഈ മസ്ബൂക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
بسم الله الرحمن الرحيم. ബറാഅത്ത് രാവിൽ ഖബർ സിയാറത്ത് ചെയ്യുന്നതും 3 യാസീൻ ഓതുന്നതും ഷഅബാൻ 15-ന്റെ പകലിൽ ചെയ്താലും മതിയാകുമോ എന്നാണ്. ബറാഅത്ത് രാവ് എന്ന ആ രാത്രിക്ക് കൂടുതൽ ഒരു ശ്രദ്ധ പ്രാധാന്യമുണ്ട്. ഹദീസിൽ കാണുന്നുണ്ട്. ഒരുപാട് സ്വഹീഹായ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുമുണ്ട്. ആ ഹദീസുകളുടെ കൂട്ടത്തിൽ ചില ലഈഫായ ഹദീസുകളുമുണ്ട്. പക്ഷേ അത്തരം ഹദീസുകളെല്ലാം വെച്ച് അല്ലാമ ഷാഫി റളിയല്ലാഹു അൻഹു പ്രത്യേകമായി പറയുന്നത് ഇത് ഒരു പ്രത്യേക രാത്രിയാണെന്നും ഈ രാത്രിയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പ്രത്യേകമായി ഉത്തരം ലഭിക്കുമെന്നും റഹ്മത്തിൻ്റെ മലക്കുകൾ ആ രാത്രി ഭൂമിയിലേക്ക് ഇറങ്ങുമെന്നും അവരുടെ സാന്നിധ്യത്തിലുള്ള ദുആക്ക് കൂടുതൽ ഇജാബത്ത് ലഭിക്കുമെന്നൊക്കെ. ആ രാത്രിയുടെ പുണ്യം നേടാൻ മഗ്രിബിൻ്റെ ശേഷം തന്നെയാകണം, സൂര്യൻ അസ്തമിച്ചതിൻ്റെ ശേഷം തന്നെയാകണം. അതിന് മുമ്പേ ഓതിയാലും കുഴപ്പമില്ല, അതിന് നിശ്ചയിക്കപ്പെട്ട പ്രതിഫലം ലഭിക്കും. ബറാഅത്ത് രാവ് എന്ന ആ രാവിന് നിശ്ചയിക്കപ്പെട്ട പ്രതിഫലം ലഭിക്കാൻ ഉറൂബ് ഷംസിൻ്റെ ശേഷം, സൂര്യൻ അസ്തമിച്ചതിൻ്റെ ശേഷം തന്നെയാകണം. ഈ 3 യാസീൻ ഓതുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്തൊക്കെയാണ്? അതിൻ്റെ അത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഷഅബാൻ 15-ന്റെ രാത്രി ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ 3 യാസീൻ ഓതി പ്രത്യേക നിയ്യത്തോടു കൂടെ പാരായണം ചെയ്താൽ അതിന് വലിയ ഗുണങ്ങളും ഉപകാരവും ഉണ്ട് എന്ന. ഒന്നാമത്തെ യാസീൻ അത് ഓതുന്നതിന് മുമ്പായി എനിക്ക് അള്ളാഹുവെ റിസ്ക്കിൽ വിശാലത ലഭിക്കണം, അഥവാ എനിക്ക് നീ നിശ്ചയിച്ച ജീവിതോപാധി അത് ബർക്കത്ത് ഉള്ളതായി തീരണം, റാഹത്തിലും സന്തോഷത്തിലും ജീവിക്കാനുള്ളൊരു വക എനിക്ക് നീ നൽകണം എന്ന നിയ്യത്തോടു കൂടെയാണ് ഒന്നാമത്തെ യാസീൻ ഓതുന്നത്. യാസീൻ തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഒരു നിയ്യത്ത് വെക്കണം എന്ന. ഒന്നാമത്തെ യാസീൻ കഴിഞ്ഞ് രണ്ടാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പായി തനിക്കും താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി വഴിപാടിലായി ദീർഘായുസ്സ് ലഭിക്കണം എന്ന നിയ്യത്ത് വെച്ചുകൊണ്ടാണ് രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത്. താൻ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, തൻ്റെ മക്കൾ, തൻ്റെ മാതാപിതാക്കൾ, വേണ്ടപ്പെട്ട ആളുകളെയും കൂടി കരുതി ആഫിയത്തോടെ ദീർഘായുസ്സ് ലഭിക്കുക. ദീർഘായുസ്സ് എന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അവസരം ലഭിക്കുന്ന, തൗഫീക്ക് ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹം. തമ്മാടിത്തരങ്ങളിലും ദോഷങ്ങളിലുമാണ് എങ്കിൽ ആ ദീർഘായുസ്സ് കൊണ്ട് അവന് ഗുണം ലഭിക്കുകയില്ല. അതിനാൽ അള്ളാഹുവിൻ്റെ വഴിപാടിലും പൊരുത്തത്തിലും ഇഷ്ടത്തിലും പ്രീതിയിലും കഴിഞ്ഞു കൂടുന്ന ദീർഘായുസ്സ് നൽകണേ എന്ന നിയ്യത്തോടെ രണ്ടാമത്തേത്. മൂന്നാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പ് എന്നെയും ഞാനുമായി ബന്ധപ്പെട്ട ഇന്ന ആളുകളെയും ഒക്കെ വിജയികളിൽ ഉൾപ്പെടുത്തണേ. മിനസ്വഅദാഇ, ഈ ജീവിതമല്ലല്ലോ സത്യത്തിൽ യഥാർത്ഥ ജീവിതം, മരണശേഷമുള്ള പാരത്രിക ലോകത്ത് വിജയം ലഭിക്കണം, അത്തരം വിജയികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ എന്ന നിയ്യത്ത് വെച്ച് മൂന്നാമത്തെ യാസീനും ഓതണം. ഇത് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ബറാഅത്ത് രാവ് എന്ന് പറയപ്പെടുന്ന ഷഅബാൻ 15 രാവിൽ ഓതൽ പ്രത്യേകം പുണ്യമുള്ളതാണ് എന്ന് മഹത്തുക്കളായ ദീനിൻ്റെ അയിമ്മത്ത് കിതാബുകളിൽ രേഖപ്പെടുത്തി. അന്ന് ഈ ഖബർ സിയാറത്തും ഈ പറഞ്ഞ ഏത് സമയമാണ് ശരിക്കും? ഖബർ സിയാറത്ത് എപ്പോഴും ചെയ്യാം, രാത്രി സമയത്ത് ചെയ്യുന്നതിനും വിരോധമില്ല. ചില ഭാഗങ്ങളിൽ ഈ ബറാഅത്ത് രാവ് എന്ന് നമ്മൾ പറയുകയും ആ ദിവസം ബറാഅത്ത് രാവ് എന്നാണ്, അന്ന് അസർ മുതൽ പള്ളിയിൽ പോയി ഖബർ സിയാറത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത കാണും. കുഴപ്പമില്ല, അസറിൻ്റെ ശേഷവും ആ സിയാറത്ത് ചെയ്യാവുന്നതാണ്. ചില മക്ബറകളിൽ രാത്രി പോയി സിയാറത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ അസറിൻ്റെ ശേഷം ചെയ്യുന്നതിന് വിരോധമില്ല. വടക്കേ ഇന്ത്യയിലൊക്കെ രാത്രി സമയങ്ങളിലും ആളുകൾക്ക് വന്ന് സിയാറത്ത് ചെയ്യാൻ മക്ബറകളിലൊക്കെ ട്യൂബ് ലൈറ്റ് ഫിറ്റ് ചെയ്ത് അതിന് വേണ്ടി സജ്ജീകരണങ്ങൾ ഒരുക്കാറ് പതിവുണ്ട്. ഒപ്പം തന്നെ ഈ ബറാഅത്ത് രാവിൽ ഇപ്പം ഈ പറഞ്ഞ 3 യാസീൻ എന്നുള്ളത് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയുള്ള യാസീനല്ല. ഈ 3 നിയ്യത്തോടു കൂടെയാണ് ആ യാസീനെ പറ്റി ദീനിൻ്റെ അയിമ്മത്ത് രേഖപ്പെടുത്തിയത്. ഈ 3 യാസീൻ്റെയും ശേഷം അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആ ദുആ ചെയ്യുന്ന അവസരത്തിൽ ഇതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടവർക്ക് വേണ്ടി എത്താൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടവർക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഒരു യാസീൻ ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ നിയ്യത്ത് അല്ലെങ്കിൽ നമ്മൾ ആവശ്യങ്ങൾ പറയുക, തുടർന്ന് യാസീൻ ഓതുക, അങ്ങനെ 3 യാസീൻ ഓതുക. ശേഷം എല്ലാ യാസീൻ്റെ പിറകിൽ നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. ഒന്നിച്ച് ദുആ ചെയ്താൽ മതി. 3 യാസീൻ മതി. ഏതായാലും വളരെ പ്രാധാന്യമുള്ള നല്ല ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ബഷീർ സാഹിബ്, തിരുത്തല്ലൂരിൽ നിന്നുള്ള ബഷീർ സാഹിബിൻ്റെ ചോദ്യങ്ങൾ. നിരവധി ചോദ്യങ്ങൾ ഇനിയും പലരുടെയും ബാക്കി നിൽക്കുന്നു. പക്ഷേ ഈ ടെലിവിഷൻ മേഖല, ഈ മാധ്യമം എന്ന സമയപരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വീണ്ടും കൂടുതൽ വിശേഷങ്ങളും സംശയ നിവാരണവുമായി കണ്ടുമുട്ടാം. ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം സദയം
ഞങ്ങൾക്ക് എഴുതുക. സംശയങ്ങൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, സമർപ്പണം ദർശന TV, എരഞ്ഞിപ്പാലം BO, നടക്കാവ്, കോഴിക്കോട്. നല്ല വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി നാളെ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഇന്ന് ഇവിടെ ചോദിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم.